ഇന്നൊരു മടിയുടെ ദിവസമാണേ. കാലത്ത് എഴുന്നേറ്റപ്പോൾ തൊട്ട് എനിക്ക് ഉറങ്ങണം എന്നൊരു തോന്നലാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നല്ല മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ രാവിലെയൊക്കെ. പക്ഷെ നമുക്കങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. കുട്ടികൾക്ക് 2 പേർക്കൊന്ന് സ്കൂളിൽ പോകണം, ചോറൊക്കെ കൊണ്ടുപോവുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം. എനിക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ മഷ്റൂം ബിരിയാണി ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. മഷ്റൂം ക്ലീൻ ആക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ അരിയൊക്കെ കഴുകി വെള്ളത്തിലിടാണ് ചെയ്യണത്. അതിന് ശേഷമാണ് ഞാൻ മഷ്റൂം ക്ലീൻ ആക്കണത്. ഞാൻ ഈ കോയമ്പത്തൂർ വന്നതിന് ശേഷമാണ് ഈ മഷ്റൂം വാങ്ങിക്കണതും യൂസ് ചെയ്യണതൊക്കെ കേട്ടോ. ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതിൻ്റെ തൊലി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ആണ് ബാക്കി പരിപാടികൾ ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മഷ്റൂം കാണാൻ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണേ. മഷ്റൂമെല്ലാം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞാനത് ഒരുപാട് ചെറുതാക്കി മുറിക്കാറില്ല കേട്ടോ. കാരണം അത് വെന്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഇടയിൽ അപ്പുറത്ത് സൗണ്ട് കേട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മൂത്ത മോൻ, അതായത് എൻ്റെ സീമന്ത പുത്രൻ, എഴുന്നേറ്റിട്ടുണ്ട്. അവനവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ, അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇതെല്ലാം ചേർത്ത് നല്ല പേസ്റ്റാക്കി നമുക്ക് എടുക്കാം. കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടി ചേർത്ത് അതിലേക്ക് മസാലകളിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സാക്കി എടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ കൂടെ ഞാൻ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ അതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു മഷ്റൂം ചേർത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കും. പിന്നെ ഞാൻ ഊറ്റി വെച്ചിട്ടുള്ള അരി ഞാൻ ചേർക്കുന്നുണ്ട്. അരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. ഉപ്പ് ഞാൻ ചേർത്ത് ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് തിളവരുമ്പോഴേക്കും കുക്കറിൽ നമുക്ക് മൂടിയിട്ടിട്ട് ഒരു വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാം. വിസിലിരുന്ന് കഴിഞ്ഞ് തുറക്കുമ്പോൾ കുഴഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും സംഭവം നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ.